Hello, welcome to the podcast series of Fleeky Career. I am Shamna and I am Payal. ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജർമ്മനിയിൽ ഒരുപാട് ഹൗസ് ബിൽഡിംഗ് കോഴ്സസ് ഇന്ന് അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് IT, മെക്കാനിക്കൽ, ലോജിസ്റ്റിക്സ്, ഹെൽത്ത് എന്നീ സെക്ടേഴ്സിന്റെ കീഴിൽ ഒരുപാട് ഹൗസ് ബിൽഡിംഗ് കോഴ്സസ് ഇന്ന് അവൈലബിൾ ആണ്. സോ അതിൽ തന്നെ മെഡിസിൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയറിന്റെ കീഴിലും ഒരുപാട് ഹൗസ് ബിൽഡിംഗ് കോഴ്സസ് ജർമ്മനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആൾട്ടൻ ഫ്ലീഗി ഹെൽഫർ അഥവാ ജർമ്മനിയിലെ എൽഡർലി കെയർ അസിസ്റ്റൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ആൾട്ടൻ ഫ്ലീഗി ഹെൽഫർ, എന്താണ് അവരുടെ ജോലി, എന്ത് സ്കിൽസ് അല്ലെങ്കിൽ എന്ത് റിക്വയർമെന്റ്സ് ആണ് അവർക്ക് വേണ്ടത്, അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ്, ഇതൊക്കെയാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ആൾട്ടൻ ഫ്ലീഗി ഹെൽഫർ, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ആൾട്ടൻ ഫ്ലീഗി ഹെൽഫർ എന്ന് പറയുന്നത് എൽഡർലി പീപ്പിളിനെ കെയർ ചെയ്യുന്ന ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണ്. മാത്രമല്ല അവർ നഴ്സസിനെയും മറ്റ് ഹെൽത്ത് കെയർ സ്റ്റാഫിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നവർ കൂടെയാണ്. അവരുടെ ഡ്യൂട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് പേഴ്സണൽ ഹൈജീനിൽ സപ്പോർട്ട് ചെയ്യുക, ഡ്രസ്സ് ചെയ്യാൻ സഹായിക്കുക, ഭക്ഷണം കൊടുക്കുക, മാത്രമല്ല ഡെയിലി ആക്ടിവിറ്റീസിൽ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെയാണ്. സോ ബേസിക്കലി അവർ ഡെയിലി ലൈഫിൽ എൽഡർലി പീപ്പിൾസിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ പറ്റും. അതെ, ഫിസിക്കലി മാത്രമല്ല ഇമോഷണലി കൂടെ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചില മുതിർന്ന ആൾക്കാർക്ക് ഒരുപാട് ലോൺലിനെസ് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ അവരോട് സംസാരിക്കുകയും ഇമോഷണലി സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഈ പ്രൊഫഷന്റെ ഒരു പ്രധാന ഭാഗമാണ്. ചില സമയങ്ങളിൽ ചെറിയ ചെറിയ വാക്കുകൾ അവർ ഒരുപാട് കംഫർട്ടബിൾ ആക്കുന്നുണ്ട് എന്നാണ് പായൽ പറഞ്ഞിരുന്നത്. ജർമ്മനിയിലെ ആൾട്ടൻ ഫ്ലീഗി ഹെൽഫറിന് എവിടേക്കാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക? ഈ പ്രൊഫഷന് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ സ്ഥലങ്ങളിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അതായത് നഴ്സിംഗ് ഹോം, ഓൾഡ് ഏജ് ഹോം, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, പിന്നെ പ്രൈവറ്റ് ഹൗസ് ഹോൾഡ്, നഴ്സിംഗ് ഹോംസ്, ഇവിടെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും. ചിലർ ഹോസ്പിറ്റൽസിലും നഴ്സിംഗ് ഹോംസിലും വർക്ക് ചെയ്യുന്നവരുണ്ട്. ചിലർ പേഷ്യൻസിന്റെ വീട്ടിൽ ഹോം കെയർ സർവീസും ചെയ്യുന്നുണ്ട്. അപ്പൊ പായൽ പറഞ്ഞു വരുന്നത് ഹോസ്പിറ്റൽ ബേസ്ഡ് ജോബ്സും അതുപോലെ തന്നെ ഹോം കെയർ ജോബ്സും ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ് അല്ലേ? ഡെഫിനറ്റ്ലി. അതായത് ജർമ്മനിയിലെ എൽഡർലി പോപ്പുലേഷൻ കൂടുന്നത് കൊണ്ട് ഈ ജോബിന് വളരെ ഹൈ ഡിമാൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ജർമ്മനിയിൽ ജോബ് സെക്യൂരിറ്റിയും അത്യാവശ്യം നല്ലതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഡെഫിനറ്റ്ലി. ഹെൽത്ത് കെയർ പ്രൊഫഷണൽ, പ്രത്യേകിച്ച് എൽഡർലി കെയർ പ്രൊഫഷൻസിന് ഡിമാൻഡ് കൂടുതലായതുകൊണ്ട് തന്നെ ജോബ് സെക്യൂരിറ്റി നമുക്ക് അഷ്വർ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ ഹെൽത്ത് കെയർ സെക്ടറിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ, നമുക്ക് ഈ കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസിന് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എക്സാക്ട്. ഓക്കെ, അപ്പൊ ഈ പ്രൊഫഷനിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് ഇതിൽ എന്തൊക്കെ സ്കിൽസ് ആയിരിക്കും ആവശ്യമായിട്ട് വരിക? സ്കിൽസ് എന്ന് പറയുമ്പോൾ ടെക്നിക്കൽ സ്കിൽസ് മാത്രം മതിയാകില്ല. പേഴ്സണൽ ക്വാളിറ്റീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് എംപതി, പേഷ്യൻസ്, റെസ്പോൺസിബിലിറ്റീസ്, പ്രത്യേകിച്ച് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല ഫിസിക്കൽ ഫിറ്റ്നസ്സും സൈക്കോളജിക്കൽ സ്റ്റെബിലിറ്റീസും ഈ ഒരു പ്രൊഫഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ മുതിർന്ന ആൾക്കാരോടൊപ്പവും സിക്കായിട്ടുള്ള പേഷ്യൻസിനോടൊപ്പവും ക്ലോസ് ആയി വർക്ക് ചെയ്യേണ്ടി വരും. അതായത് കൈൻഡ്നെസ്സും അണ്ടർസ്റ്റാൻഡിങ്ങും ഈ പ്രൊഫഷനിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അതെ, ഒത്തിരി മുതിർന്ന ആൾക്കാരെ ഇമോഷണൽ സപ്പോർട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. ചിലപ്പോൾ അവരോടൊന്ന് സംസാരിക്കുന്നത് പോലും അവർക്ക് വലിയൊരു കംഫർട്ടായി മാറിയേക്കാം. അപ്പൊ പായൽ പറഞ്ഞു വരുന്നത് ഇതൊരു മെഡിക്കൽ പ്രൊഫഷൻ മാത്രമല്ല, ഇതൊരു ഹ്യൂമാനിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഫഷൻ കൂടിയാണ് എന്നുള്ളതാണ് അല്ലേ? അതെ അതെ, തീർച്ചയായും. അതുകൊണ്ട് തന്നെയാണ് ജർമ്മനിയിൽ ഈ പ്രൊഫഷന് വളരെയധികം റെസ്പെക്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയായിരിക്കും? വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഈ ജോബ് ബോത്ത് ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഡിമാൻഡിങ് ആയിരിക്കും. അതായത് നമ്മൾ പേഷ്യൻസിനെ മൂവ് ചെയ്യാനും വർക്ക് ചെയ്യാനും ഒക്കെ സഹായിക്കേണ്ടി വരുമ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല ഇതിൽ ഷിഫ്റ്റ് ഡ്യൂട്ടീസും ഇൻക്ലൂഡഡ് ആണ്. അതായത് നൈറ്റ് ഷിഫ്റ്റ്, മോർണിംഗ് ഷിഫ്റ്റ്, വീക്കെൻഡ് ഡ്യൂട്ടീസ്. അതായത് ഹെൽത്ത് കെയർ സർവീസസ് 24 hours ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഷിഫ്റ്റ് ഡ്യൂട്ടീസ് വളരെ കോമൺ ആയിരിക്കും. അപ്പോൾ ഇതിൽ ഹൈജീനും അതേപോലെ തന്നെ സേഫ്റ്റി റൂൾസും ഫോളോ ചെയ്യേണ്ടി വരും എന്നാണ് പറഞ്ഞു വരുന്നത്. അതെ അതെ, ഹെൽത്ത് കെയർ വർക്കേഴ്സ് സ്ട്രിക്റ്റ് ഹൈജീൻ റൂൾസ് ഫോളോ ചെയ്യേണ്ടി വരും. അതായത് ഗ്ലൗസ്, മാസ്ക്, പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, ഇത് പേഷ്യന്റിനെയും ഹെൽത്ത് കെയർ വർക്കേഴ്സിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രൊഫഷനിലെ റെസ്പോൺസിബിലിറ്റിയും അതേപോലെ തന്നെ ഡിസിപ്ലിനും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് പായൽ പറഞ്ഞു വരുന്നത്. തീർച്ചയായും. പേഷ്യന്റൽ കെയറിൽ ചെറിയൊരു മിസ്റ്റേക്ക് പോലും വളരെ സീരിയസ് പ്രോബ്ലങ്ങൾ ക്രിയേറ്റ് ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ വളരെ റെസ്പോൺസിബിലിറ്റി നിറഞ്ഞ ഒരു പ്രൊഫഷനാണ് ആൾട്ടൻ ഫ്ലീഗി ഹെൽഫർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡെഡിക്കേഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ് ഒക്കെ അത്യാവശ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആണ് ഇത് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? എക്സാക്ട്. ഓക്കെ, അപ്പൊ ജർമ്മനിയിൽ ഈ ഒരു പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് നമുക്ക് ഇവിടെ ഉണ്ടാവും. അപ്പൊ അവർക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആയിരിക്കും ഈ ഒരു ഹൗസ് ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ട് വരിക? ട്രെയിനിങ് യൂഷ്വലി സ്കൂൾ ബേസ്ഡ് ആയിരിക്കും.
തിയറി ക്ലാസ്സസും പ്രാക്ടിക്കൽ ക്ലാസ്സസും രണ്ടും ഉണ്ടാവും. പിന്നെ പ്രോഗ്രാം അനുസരിച്ച് ഡ്യൂറേഷൻ 1 to 4 years വരെ ആവാം. പിന്നെ സ്റ്റുഡൻസ് പഠിക്കുന്ന സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ ഹെൽത്ത് കെയർ ബേസിക്സ്, എൽഡർലി കെയർ, പേഷ്യന്റൽ കെയർ, ഹൈജീൻ, കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ ആയിരിക്കും. പിന്നെ സ്റ്റുഡൻസ് ബോത്ത് ഹോസ്പിറ്റലിലും നഴ്സിംഗ് ഹോമിലും ട്രെയിനിങ് അവർക്ക് ലഭിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ജർമ്മൻ ലാംഗ്വേജ് നമുക്ക് അവിടെ പഠിക്കുമ്പോൾ ആവശ്യമായിട്ട് വരുമല്ലോ. അപ്പൊ ഈ ലാംഗ്വേജ് പഠിക്കുമ്പോൾ അതിലെ റിക്വയർമെന്റ്സ് എന്തൊക്കെയായിരിക്കും? അതായത് ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ സെക്ടറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ എംപ്ലോയീസ് ചോദിക്കുന്നത് B1 അല്ലെങ്കിൽ B2 ഫുൾ മൊഡ്യൂൾ ആണ്. സോ B1 അല്ലെങ്കിൽ B2 ഫുൾ മൊഡ്യൂൾ ആണ് റിക്വയർമെന്റ്സ് ആയിട്ട് അവർ ആദ്യം ചോദിക്കുക. അപ്പൊ ഈ ഫുൾ മൊഡ്യൂൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റീഡിംഗ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, ലിസണിങ്, ഈ 4 മൊഡ്യൂൾസ് ആയിരിക്കും അല്ലേ? അതെ. ഓക്കെ, അപ്പൊ ജർമ്മനി എന്ന് പറയുന്നത് ഒരു ട്രെൻഡിങ് സെക്ടർ ആയതുകൊണ്ട് തന്നെ ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് കേരളത്തിൽ ഒരുപാട് കാണാൻ സാധിക്കും. അതിൽ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു എന്ന് വെച്ചാൽ പായൽ ഏതായിരിക്കും സജസ്റ്റ് ചെയ്യുക? എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് ട്രെയിൻ ചെയ്തത് ഫ്ലീഗെ കരിയറിൽ നിന്നാണ്. ഫ്ലീഗെ കരിയറിൽ എന്ന് പറയുമ്പോൾ ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ് മാത്രമല്ല, അതിനുശേഷമുള്ള നമ്മളുടെ പ്രോസസ്സിങ്, ഡോക്യുമെന്റേഷൻ കാര്യങ്ങളെല്ലാം അവർ തന്നെയാണ് ചെയ്തു തരിക. ഫ്ലീഗെ കരിയറിന് ജർമ്മനിൽ സ്വന്തമായിട്ടൊരു റിക്രൂട്ടിംഗ് കമ്പനി ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെ ട്രസ്റ്റബിൾ ആണ്. സോ അപ്പൊ അതായിരിക്കും ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് സജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആൾട്ടൻ ഫ്ലീഗി ഹെൽഫർ എന്ന കോഴ്സിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾ അറിഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഹെൽത്ത് സെക്ടറിന്റെ കീഴിൽ വരുന്ന നെക്സ്റ്റ് ഹൗസ് ബിൽഡിംഗ് കോഴ്സസിന്റെ ഇൻഫർമേഷനുമായി വരുന്നത് വരെ Tschüss.